ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാബ്ലോ നെരൂഡ എഴുതിയ ചിലിയൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ പാബ്ലോ നെരൂഡ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് പോയറ്റ്സ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. അദ്ദേഹം ചിലിയിലാണ് ജനിക്കുന്നത് ഓൺ 12 ജൂലൈ 1904. സോ അദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്മോയേഴ്സിലെ ഓപ്പണിംഗ് ചാപ്റ്ററായ ദ കൺട്രി ബോയ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ബ്രീഫ് എക്സ്ട്രാക്റ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ചിലിയൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗം. സോ ഇവിടെ മെയിനായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ എൻചാൻറ്റിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വൈൽ എക്സ്പ്ലോറിങ് ചിലിയൻ ഫോറസ്റ്റ്. അതിൻ്റെ ആ ഒരു റിച്ച് ഫ്ലോറ ആൻഡ് ഫോണ, അതുപോലെ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ദാറ്റ് മീൻസ് ചിലിയൻ ഫോറസ്റ്റ്, അബൌട്ട് ചിലിയൻ ഫോറസ്റ്റ്, അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. സോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. അണ്ടർ ദി വോൾക്കാനോസ് ബിസൈഡ് ദി സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്. സോ ഇവിടെ നെരൂഡ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ചിലി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സെറ്റിംഗ് ആണ്. ആ ഫോറസ്റ്റ് ലൈ ചെയ്യുന്നത് വോൾക്കാനോസിൻ്റെ അണ്ടറിലാണ്, അതുപോലെ സ്നോ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മൗണ്ടൻസിൻ്റെ അടുത്തായിട്ടുമാണ്. സോ ഇത് കാണിക്കുന്നത് ആ നേച്ചറിൻ്റെ ഒരു വൈൽഡ് ബ്യൂട്ടിയാണ്. Among the huge lakes, the fragrant, the silent, the tangled Chilean forest. അപ്പോൾ ഈ ഫോറസ്റ്റ് ലേക്സ് കൊണ്ട് നിറഞ്ഞതാണ്, അതുപോലെ പ്ലാന്റ്സിൻ്റെ സ്ട്രോങ് സ്മെൽസ് ഉണ്ട്, വളരെ ഡീപ്പായിട്ടുള്ള സൈലൻസ് ആണ് ഇവിടെ, അതുപോലെ തിക്ക് വെജിറ്റേഷനും ഉണ്ട്. അതാണ് അബൌട്ട് ഇറ്റ്സ് റിച്ച് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. സോ ഇതെല്ലാം വളരെ മിസ്റ്റീരിയസ് ആൻഡ് എലൈവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. മൈ ഫീറ്റ് സിങ്ക് ഡൗൺ ഇൻ ടു ദി ഡെഡ് ലീവ്സ്. ഇവിടെ അദ്ദേഹം നടക്കുന്നതനുസരിച്ച് ഗ്രൗണ്ട് വളരെ സോഫ്റ്റ് ആണ്, ബിക്കോസ് ദർ ആർ ഫാളൻ ലീവ്സ്. വീണ് കിടക്കുന്ന ഇലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വളരെ സോഫ്റ്റ് ആണ്. ഇത് കാണിക്കുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു റിച്ച്നെസ് ആണ്. ഫ്രജൈൽ ട്വിഗ് ക്രാക്കിൾസ്. അപ്പോൾ ട്വിഗ് ബ്രേക്ക് ചെയ്യുന്ന സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഡീപ്പ് സൈലൻസ് ആണ്. ജയൻറ്റ് റൗളി ട്രീസ് റൈസ് ഇൻ ഓൾ ദിയർ ബ്രിസ്ലിംഗ് ഹൈറ്റ്. സോ ടോൾ ആയിട്ടുള്ള റൗളി ട്രീസ് വളരെ പ്രൗഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന സ്ട്രെങ്ത്തും മജസ്റ്റിയും ഒക്കെയാണ്. എ ബേർഡ് ഫ്രം ദ കോൾഡ് ജംഗിൾ പാസസ് ഓവർ, ഫ്ലാപ്സ് ഇറ്റ്സ് വിങ്സ് ആൻഡ് സ്റ്റോപ്സ് ഇൻ ദി സൺലെസ് ബ്രാഞ്ചസ്, ആൻഡ് ദെൻ ഫ്രം ഇറ്റ്സ് ഹൈഡ് അവേ ഇറ്റ് സിങ്സ് ലൈക്ക് ആൻ ഒബോ. സോ ബേർഡ്സ് എല്ലാം പാട്ട് പാടിക്കൊണ്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫോറസ്റ്റിലായിട്ട് നിൽക്കുന്ന ഫോറസ്റ്റിന് ലൈഫും മൂവ്മെൻറ്റും കൊണ്ടുവരാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ഫ്ലാപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിങ്സ്, എന്നിട്ട് ആ സൺലെസ് വെയിലടിക്കാത്ത ബ്രാഞ്ചസിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് സിങ്സ് ലൈക്ക് ആൻ ഒബോ. ഒബോ എന്ന് പറയുന്നത് വിൻഡ് പൈപ്പ് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒബോ എന്ന് പറയുന്നത് ഒരു വിൻഡ് പൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ കിളികൾ പാടുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ വൈൽഡ് സെൻറ്റ് ഓഫ് ദി ലോറൽ, ദ ഡാർക്ക് സെൻറ്റ് ഓഫ് ദി ബോൾഡർ ഹെർബ് എൻ്റർ മൈ നോസ്ട്രിൽസ് ആൻഡ് ഫ്ലഡ് മൈ ഹോൾ ബീയിങ്. ഇവിടെ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രാഗ്രൻസസ് അല്ലെങ്കിൽ മണം തരുന്നുണ്ട്. സോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സെൻസസിനെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ദ സൈപ്രസ് ഓഫ് ദി വെറ്റേക്കസ് ബ്ലോക്സ് മൈ വേ. ദിസ് ഈസ് എ വെർട്ടിക്കൽ വേൾഡ്, എ നേഷൻ ഓഫ് ബേർഡ്സ്. അപ്പം ഹ്യൂജ് ആയിട്ടുള്ള സൈപ്രസ് ട്രീസ് ഗാർഡ്സിനെ പോലെ അവിടെ നിൽക്കുകയാണ്. സോ ഇത് ആ ഫോറസ്റ്റിനെ വളരെ പവർഫുള്ളായിട്ടും പ്രൊട്ടക്റ്റീവുമായിട്ടും തോന്നിപ്പിക്കുന്നു. ഈ ഫോറസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടോളായിട്ടുള്ള ബേർഡ്സും ട്രീസും ഒക്കെ നിറഞ്ഞതാണ് ഈ ചിലിയൻ ഫോറസ്റ്റ്. അപ്പോൾ ഇതിനെ കണ്ടാൽ തന്നെ ഒരു സെപ്പറേറ്റ് കിങ്ഡം പോലെ തന്നെ തോന്നിക്കുകയാണ്. എ പ്ലേറ്റ്യൂഡ് ഓഫ് ലീവ്സ്. ഒരുപാട് ലീവ്സും അവിടെ ഉണ്ട്. ഇതൊരു വെർട്ടിക്കൽ വേൾഡാണ്, ഒരുപാട് ബേർഡ്സിൻ്റെ നേഷനാണ്, ഒരുപാട് ലീവ്സ് ഉണ്ട്. വൺ സ്റ്റംബിൾ ഓവർ എ റോക്ക്, pick up the uncovered hollow. An enormous spider covered with red hair stares up at me, motionless, as huge as a crab. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്പൈഡറിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവിടുത്തെ ഇൻസെക്ട്സ് പോലും വളരെ ലാർജായിട്ടും ഇൻറ്റൻസ് ആയിട്ടുമാണ് അപ്പിയർ ചെയ്യുന്നത്. സോ ഇവിടെ നേച്ചർ എന്ന് പറയുന്നത് വളരെ വൈൽഡാണ്, അതുപോലെ ട്രെയിൻഡ് അല്ലാത്തതാണ്. ടേംഡ് അല്ല എന്ന് വെച്ചാൽ ട്രെയിൻഡ് അല്ലാത്തതാണ് എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ ഇവിടെയുള്ള എനോർമസ് സ്പൈഡർ എന്ന് പറയുന്നത് റെഡ് ഹെയർ കൊണ്ടിങ്ങനെ കവർ ചെയ്തേക്കാണ്. അതിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് വളരെ മോഷൻലെസ് ആയിട്ട്. അത് വളരെ ഹ്യൂജാണ്, ജസ്റ്റ് ലൈക്ക് എ ക്രാബ്. ഒരു രണ്ടിൻ്റെ അത്രയും വലുപ്പമുള്ള സ്പൈഡറാണ്. സോ ഇനി അടുത്ത്
വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.